ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിതനായ അഡ്വക്കേറ്റ് കെ.ബി. പ്രദീപ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതിക്ക് പുറത്ത് സ്വീകരിച്ച നിലപാടുകൾ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രദീപ് വെള്ളപൂശാൻ ശ്രമിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന കെ.ബി. പ്രദീപ് കോടതിക്ക് അകത്ത് മാത്രമല്ല കോടതിക്ക് പുറത്തും സ്മാർട്ട് ക്രിയേഷനെ ശക്തിയുക്തം ന്യായീകരിച്ചിരുന്നു. അന്ന് മാതൃഭൂമി ന്യൂസ് നൽകിയ അഭിമുഖം തന്നെ അതിന് തെളിവാണ്. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യുവർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ്, അല്ലെങ്കിൽ കവചങ്ങളാണ്, ദ്വാരപാലക കവചങ്ങളാണ്. കാരണം കമ്പനിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മറ്റ് എന്തെങ്കിലും ലാക്കർ ചെയ്യുകയോ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസും നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വീകരിക്കാറില്ല. അപ്പോൾ 2019 നമ്മളുടെ അവിടെ എത്തിച്ചിരിക്കുന്ന സാധനം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്തുള്ള പാളികളാണ്. ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ഇടക്കാല ഉത്തരവിൽ പോലും കോടതി പറയുന്നത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു എന്നത് അവിതർക്കിതമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അഴിച്ചതാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്നതാണ് സംശയം. അല്ല, അതിനെക്കുറിച്ച് സ്മാർട്ട് ക്രിയേഷൻസിന് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ നിന്ന് അഴിച്ചത് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് തന്നെയാണോ എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം, എൻ്റെ കക്ഷിയായ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത് പ്യുവറായിട്ട് കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. അതൊന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല. ഇങ്ങനെ കോടതിക്കകത്തും പുറത്തും നിലപാടെടുത്ത പ്രദീപിനെയാണ് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കാനുള്ള ചുമതല നൽകിയിരിക്കുന്നത്. വിമർശനം ശക്തമാകുമ്പോഴും ദേവസ്വം മന്ത്രി ഉൾപ്പെടെ നിയമനത്തെ ന്യായീകരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി ബാധിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി ബാധിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. അതായത് ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. കെ.ബി. പ്രദീപ് ന്യായീകരിച്ച സ്മാർട്ട് ക്രിയേഷന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്ക് SIT അന്വേഷണത്തിലൂടെ പുറത്തു വന്ന പശ്ചാത്തലത്തിലും കൂടിയാണ് നിയമനം. സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വേർതിരിച്ചെടുത്തെന്ന് ജംഷഡ്പൂരിലെ കേന്ദ്ര ലാബാണ് അടുത്തിടെ സ്ഥിരീകരിച്ചത്. കെ.ബി. പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത് ന്യൂമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി V.D. സതീശനാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.